എൻ്റെ പേര് അലീന റോസ്, കോഴിക്കോട് ജില്ലയിൽ കുരാച്ചോട് നിന്നാണ് വരുന്നത്. എനിക്ക് ജന്മന തന്നെ എൻ്റെ 2 കാലിനും നീളത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ ഇടത്തെ കാലിനെക്കാട്ടും 1 ഇഞ്ചോളം കുറവായിരുന്നു എൻ്റെ വലത്തെ കാല്. അപ്പം ഞാനത് ശ്രദ്ധിക്കുന്നത് ഒരു 5-6 മാസം മുമ്പാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ അമ്മേനൊക്കെ വിളിച്ച് കാണിച്ചു, അമ്മ എൻ്റെ കാല് കണ്ടോ, എൻ്റെ 2 കാലിനും നീള വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ചമ്മൽ പോലെയായിട്ട് കാല് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ചെരുപ്പുകളായിരുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ നടക്കുമ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? നടക്കുമ്പോൾ അല്ലെങ്കിൽ 2 കാലും നിൽക്കുമ്പോൾ ആ വ്യത്യാസം അറിഞ്ഞൂടെ? എനിക്ക് 2 കാലുമേ നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും നേരെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇടത്തെ കാലിന് ഒരു ചെരിവ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ആദ്യമൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെയാണ് എനിക്ക് അത് ഇത്ര വലിയ ഇതാന്ന് അറിഞ്ഞത്. അപ്പൊ ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ കാല് കാണിക്കുന്നുണ്ടല്ലോ, കാലുമായിട്ട് എന്താ ബന്ധപ്പെട്ട പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ എൻ്റെ 2 കാല് തമ്മിൽ നീള വ്യത്യാസമുണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞു കാണിച്ചെന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചപ്പോൾ ഏകദേശം 1 ഇഞ്ചോളം വ്യത്യാസമുണ്ട്. അപ്പൊ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വലത്തെ കാലിന് എന്തോ മസിൽ വിരലിൻ്റെ അവിടെ നിന്ന് മസിൽ ഇങ്ങനെ വലിയുന്ന പോലെ ഒരു ഫീലിംഗ് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 2-3 മിനിറ്റ് സ്തുതിച്ച് കഴിഞ്ഞപ്പോഴും എൻ്റെ 2 കാലും ഒരേ വലുപ്പത്തിലായി. എൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. ഒരു കുഴപ്പമില്ല, ശരിക്കും ഒരുപോലെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എത്ര നേരം വേണേലും എനിക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാം. മറ്റേത് വെച്ച് നോക്കിയോ? 2-3 പ്രാവശ്യം നോക്കി. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ നല്ലൊരു കണ്ടോ സ്നേഹമുള്ളവര്. ഇതിപ്പോ 4ാമത്തെ അച്ഛൻ്റെ ഒരു അറിവനുസരിച്ച് 4ാമത്തെ സാക്ഷിയാണത്. 4ാമത്തെ സാക്ഷ്യത്തിൽ വിടും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സാധാരണ സംഭവമായിട്ട് തീരുന്ന ഒരു രോഗപേടിയാണ്. ഇപ്പോൾ ഇനി ഇങ്ങനെ കാലിന് നീട്ടം വെക്കുക, മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. വലിയ സൗഖ്യമാണ് കേട്ടോ.